ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 PSC ആവർത്തിച്ച പദ്ധതികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹ സാന്ത്വനം. അപ്പോ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം കേട്ടോ. അപ്പോൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സ്വാന്തനം. അപ്പൊ സ്വാന്തനിപ്പിക്കുന്നത് ആരെയാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതരെയാണ് സ്വാന്തനിപ്പിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത സ്നേഹപൂർവം പദ്ധതി മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി കേട്ടോ. അപ്പൊ സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തില് കുട്ടിയുടെ 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള പഠനത്തിന്റെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹപൂർവം മാതാപിതാക്കളെ ഇല്ലാത്തവർക്കുള്ളതാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് സ്നേഹക്കൂട് പദ്ധതി എന്ന് പറയുന്നത് മാനസിക രോഗമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി കേട്ടോ. അപ്പൊ മാനസിക രോഗവിമുക്തരായവർക്ക് മുക്തരായവർക്ക് വീടൊരുക്കുക എന്ന ലക്ഷ്യത്തോടുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൂട് എന്ന് പറയുന്നത് വീട് അല്ലെ, വീടൊരുക്കുക. മാനസിക രോഗമുക്തരായവർക്ക് പുനരധിവസിക്കാനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സ്നേഹഹസ്തം പദ്ധതി എന്ന് പറയുന്നത് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. അപ്പൊ സ്നേഹഹസ്തം എന്ന് പറയുന്നത് കൈ കൊടുക്കുക അല്ലെ. അപ്പൊ ആദിവാസി ജനതകൾക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക ലക്ഷ്യവുമായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സ്നേഹധാര പദ്ധതി എന്ന് പറയുന്നത് വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് ഏത് സ്നേഹധാര പദ്ധതി എന്ന് പറയുന്നത്. ധാര അപ്പം ആയുർവേദവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ധാര വയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ആയുർവേദവും അല്ലെ, അതായത് വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പദ്ധതികൾ ഒന്നും കൂടി നോക്കാം. സ്നേഹ സ്വാന്തനം എന്ന് പറയുന്നത് എന്താണ്? സ്വാന്തനിപ്പിക്കുന്ന ആരാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സ്വാന്തനം എന്ന് പറയുന്നത്. സ്നേഹപൂർവം എന്ന് പറയുന്നത് മാതാപിതാക്കൾ അല്ലെ, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോൾ 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള പഠനത്തിന്റെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് പറയുന്നത്. സ്നേഹക്കൂട് പദ്ധതി, കൂട് എന്ന് പറഞ്ഞാൽ വീടൊരുക്കുന്ന, ആർക്കാണ് വീടൊരുക്കുന്നത്? മാനസിക രോഗമുക്തരായവർക്കുള്ള പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി എന്ന് പറയുന്നത്. ഇത് സ്നേഹസ്പർശം എന്ന് പറയുന്നത് എന്താ? അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. സ്നേഹഹസ്തം എന്ന് പറയുന്നത് കൈ കൊടുക്കുന്ന ആർക്കാണ്? ഹസ്തം ആർക്കാണ്? ആദിവാസി ജനതയുടെ ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കാൻ വേണ്ടി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. അടുത്തത് സ്നേഹധാര എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ധാര എന്ന് പറയുന്നത് ആയുർവേദവുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പോ വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര പദ്ധതി. അടുത്തതായി കുട്ടികൾക്കായുള്ള പ്രധാന പദ്ധതികൾ നോക്കാം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. അപ്പൊ മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെ പ്രായമുള്ള
കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. അടുത്ത പദ്ധതി പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് പട്ടികജാതി വകുപ്പും LICയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യ നിധി. അപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായിട്ടാണ് പട്ടികജാതി വകുപ്പും LICയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് വാത്സല്യ നിധി. അടുത്തത് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെ മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് ട്ടോ. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. അപ്പോൾ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. അടുത്ത പദ്ധതി കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സ സഹായമൊരുക്കുവാനുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി ട്ടോ. അപ്പോൾ കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നതിനും ചികിത്സാ സഹായം ഒരുക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി. മിഠായി എന്ന് പറയുന്നത് പോലെ പ്രമേഹം എന്ന് പറയുന്നത് പോലെ ഷുഗർ അല്ലെ, ഷുഗർ മിഠായി കഴിക്കുമ്പോൾ ഷുഗർ വരില്ലേ, അപ്പൊ ആ പദ്ധതിന്റെ പേര് മിഠായി ആണ് ട്ടോ. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നതിനും ചികിത്സാ സഹായം ഒരുക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മിഠായി. അടുത്ത പദ്ധതി കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഫസ്റ്റ് ബെല്ല് ട്ടോ. വഴിയും അതായത് കോവിഡ് കാലത്തെ സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഫസ്റ്റ് ബെല്ല് ട്ടോ. ഫസ്റ്റ് ബെല്ലാണ് കോവിഡ് കാലത്ത് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് നടത്തിയിരുന്ന ക്ലാസുകൾ നടത്തിയിരുന്ന വഴിയാണിത് ഫസ്റ്റ് ബെല്ല് എന്ന പദ്ധതിയിലൂടെയാണ്. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയുമുള്ള ക്ലാസുകൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. അടുത്ത പദ്ധതി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം അങ്കണവാടിയിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആദർശീല ട്ടോ. ആദർശീലയാണ് 1 മുതൽ 6 വരെ ട്ടോ. 1 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം അങ്കണവാടിയിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആദർശീല അല്ലെ. 1 മുതൽ 6 വരെയുള്ള വയസ്സുള്ള കുട്ടികളല്ലേ അങ്കണവാടിയിൽ ഉണ്ടാവുക. അപ്പൊ അവരുടെ പദ്ധതിയാണ് ആദർശീല ആണ് പദ്ധതിന്റെ പേര് ട്ടോ. അത് കേരളത്തിൽ നടപ്പിലാക്കിയ ഏത് പദ്ധതിയെയാണ് യൂണിസെഫ് ആഗോള മാതൃക എന്ന് വിശേഷിപ്പിച്ചത്? ലിറ്റിൽ കൈറ്റ്സ് ആണ് ട്ടോ. അപ്പൊ കേരളത്തിൽ നടപ്പിലാക്കിയ ഏത് പദ്ധതിയാണ് യൂണിസെഫ് ആഗോള മാതൃക എന്ന് പ്രഖ്യാപിച്ചത്? ലിറ്റിൽ കൈറ്റ്സ് ട്ടോ. ലിറ്റിൽ കൈറ്റ്സ് ആണ് ആഗോള മാതൃക എന്ന് യൂണിസെഫ് പ്രഖ്യാപിച്ചത്. അടുത്ത പദ്ധതി ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. അപ്പോൾ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ ട്ടോ. അപ്പോൾ ഗ്രാമവും ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതി, ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രതീക്ഷ പദ്ധതി എന്താണ്? ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രതീക്ഷ പദ്ധതി. സംസ്ഥാനത്തെ കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണവും ബാലവേലയും തടയാൻ ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശരണബാല്യം. അപ്പൊ കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണവും ബാലവേലയും തടയുന്നതിന് വേണ്ടിയിട്ട് ആരാണ്? സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശരണബാല്യം. അടുത്ത പദ്ധതി അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ് ട്ടോ. അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കൈത്താങ് ട്ടോ. അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈത്താങ്. അടുത്ത വരും തലമുറയെ ആരോഗ്യത്തോടെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. വരും തലമുറയെ ആരോഗ്യത്തോടെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. വനിതാ ശിശു വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. അപ്പോൾ കുട്ടികൾക്കായുള്ള പദ്ധതികൾ ഒന്നും കൂടി നോക്കാം.
മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം ട്ടോ. താലോലം എന്ന് പറയുന്നത് മാരകമായ അസുഖങ്ങളുള്ളവരെ എന്ത് ചെയ്യും താലോലിക്കുകയാണ് ല്ലേ. അടുത്തത് വാത്സല്യ നിധി എന്ന് പറയുന്നത് എന്താണ്? വാത്സല്യ നിധി എന്ന് പറയുന്നത് പട്ടിക ജാതി പെൺകുട്ടികൾ അല്ലെ പട്ടിക ജാതിയിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായിട്ടുള്ള വികസനത്തിനായിട്ട് പട്ടികജാതി വകുപ്പും LICയും കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യ നിധി ല്ലേ. അടുത്ത കെടാവിളക്ക്. കെടാവിളക്ക് എന്താണ്? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏത് കെടാവിളക്ക് ട്ടോ. അപ്പൊ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ് കെടാവിളക്ക് എന്ന് പറയുന്നത്. അടുത്തത് മിഠായി എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. ഫസ്റ്റ് ബെൽ എന്താണ്? ഫസ്റ്റ് ബെൽ നമുക്കറിയാം അല്ലെ. ഫസ്റ്റ് ബെൽ എന്ന് പറയുന്നത് വിക്ടേഴ്സ് ചാനലിലൂടെ കോവിഡ് കാലത്ത് വിക്ടേഴ്സ് ചാനലിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള ക്ലാസ്സുകളാണ്. ആ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ബെൽ എന്ന് പറയുന്നത്. അടുത്തത് ആധാർശീല. ആധാർശീല എന്താ? 1 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് അങ്കണവാടിയിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആധാർശീല ട്ടോ. കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം നടപ്പിലാക്കുന്നതാണ്. അടുത്തത് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ? യൂണിസെഫിന്റെ ആഗോള മാതൃക എന്ന് വിശേഷിപ്പിച്ച പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ ശാരീരികവും മാനസികവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കായി ജില്ലാ പഞ്ചായത്തുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് ശരണബാല്യം എന്താണ്? ബാല്യം അല്ലെ കുട്ടികൾ ബാല്യം എന്ന് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കായിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർക്കുക. സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണവും ബാലവേലയും തടയാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടാണ് ശരണബാല്യം നടപ്പിലാക്കിയിട്ടുള്ളത് ട്ടോ പദ്ധതി. അടുത്തത് അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ് ല്ലേ. കൈത്താങ് പദ്ധതി. അത് സമ്പുഷ്ട കേരളം എന്താ? വരും തലമുറയെ ആരോഗ്യത്തോടെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമ്പുഷ്ട കേരളം പദ്ധതി. അടുത്തതായി ആരോഗ്യ മേഖലയിലെ പ്രധാന പദ്ധതികൾ നോക്കാം. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. അതായത് ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ അമൃത്. അപ്പൊ ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ അമൃത്. ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതിതരംഗം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ട്ടോ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ശ്രുതിതരംഗം പദ്ധതി. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കട്ടോ. ശ്രുതിതരംഗം പദ്ധതി. അടുത്തത് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുവാൻ ആയി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം ട്ടോ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി ട്ടോ. അടുത്ത പദ്ധതി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശലഭം. അപ്പോൾ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശലഭം. ശലഭം എന്ന് പറയുന്നത് എന്താണ്? നവജാത ശിശുക്കളുടെ ആരോഗ്യ പരിശോധനയ്ക്കായിട്ടോ. അടുത്ത കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്താണ്? കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. അടുത്തത് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ടോ അശ്വമേധം ട്ടോ പദ്ധതി ഏതാണ്? സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം. അടുത്തത് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകാൻ വേണ്ടി IMA നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അതായത് ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുന്നതിന് വേണ്ടിയിട്ട് IMA നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അടുത്ത കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര ട്ടോ.
കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടിട്ടോ, കുഷ്ഠരോഗ ലക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര. ബാലമിത്ര എന്താണ്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാലമിത്ര. അടുത്ത നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ ട്ടോ. അപ്പൊ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ. മറ്റേതായിരുന്നു? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണം കണ്ടെത്താൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര ട്ടോ. ബാലമിത്ര എന്ന് പറയുന്നത് കുട്ടികളിലെ കുഷ്ഠരോഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ബാലമിത്ര. പിന്നെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ ട്ടോ. എൽസ. ബാലമിത്ര എന്ന് പറയുന്നത് കുഷ്ഠരോഗത്തിനാണ്, കുട്ടികളുടെ കുഷ്ഠരോഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അതിനെ കുഷ്ഠരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാണ് എൽസ പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. എൽസ. അടുത്ത ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പരിശോധനയ്ക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം ട്ടോ. സ്പെക്ട്രം ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പരിശോധനയ്ക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം ട്ടോ. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പരിശോധനയ്ക്കായിട്ട് സ്പെക്ട്രം, കേരള ആരോഗ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. അടുത്ത് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യ ട്ടോ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗനിർണയമാണ് അമൃതം ആരോഗ്യം. അടുത്ത പദ്ധതി അപൂർവ രോഗങ്ങളുടെ പരിചരണത്തിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി ട്ടോ. കെയർ പദ്ധതിയാണ് അപൂർവ രോഗങ്ങളുടെ പരിചരണയ്ക്ക് കെയർ പദ്ധതി. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി ട്ടോ. ആരോഗ്യ കിരണം പദ്ധതി എന്ന് പറയുന്നതാണ് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. അടുത്തത് വളർച്ചാ വൈകല്യം ഉള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര. നമ്മൾ പറഞ്ഞതാണ്. അതായത് 12 വയസ്സ് വരെയുള്ള വളർച്ചാ വൈകല്യമുള്ള കുട്ടികളുടെ സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര എന്ന് പറയുന്നത് അല്ലെ. സ്നേഹധാര പദ്ധതി. കുട്ടികളുടെ ആരോഗ്യ പദ്ധതികൾ നമുക്കൊന്നുകൂടി നോക്കാം. എന്താണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് നമുക്കറിയാലോ. അമൃതിലെ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞില്ലേ. ആന്റിബയോട്ടിന്റെ അമിത വിനിയോഗം തടയാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ അമൃത്. ആ രീതിയിൽ ഓർത്തേക്കിട്ടെ. അമിതമായാൽ അമൃതും വിഷം, അമിതമായിട്ട് ആന്റിബയോട്ടിക് ഉപയോഗിച്ചാൽ അതും തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. അടുത്ത് ശ്രുതി തരംഗം പദ്ധതി എന്താണ്? ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ കേൾവിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ശ്രവണ വൈകല്യം ബാധിച്ചവരുടെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി അല്ലെ. അടുത്ത് താലോലം പദ്ധതി മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സയാണ് താലോലം പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ശലഭം എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ടാണ് ശലഭം. മൃതസഞ്ജീവനി കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. അടുത്ത അശ്വമേധം അശ്വമേധം ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അശ്വമേധം ട്ടോ. അശ്വമേധത്തിനാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ടാണ് അശ്വമേധം. അത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യ പ്രതിരോധം നൽകാൻ വേണ്ടി IMA നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര എന്ന് പറയുന്നത് കുഷ്ഠരോഗം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എൽസ എന്ന് പറയുന്നത് കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ, അതായത് കുഷ്ഠരോഗം നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എൽസ എന്ന് ഉപയോഗിക്കുന്നത് അല്ലെ. എൽസ പദ്ധതി. അടുത്തത് സ്പെക്ട്രം സ്പെക്ട്രം എന്ന് പറയുന്നത് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പരിശോധനയ്ക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ചവർക്കാണ് സ്പെക്ട്രം എന്ന് ഓർത്ത് വയ്ക്കുക.
അടുത്ത അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് അമൃതം ആരോഗ്യം സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ജീവിതശൈലി നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം കേട്ടോ. ജീവിതശൈലി രോഗനിർണയത്തിനുള്ള പദ്ധതിയാണ് അമൃതം ആരോഗ്യം. കെയർ പദ്ധതി എന്താണ്? കെയർ പദ്ധതി അപൂർവ രോഗങ്ങളുടെ പരിചരണക്കായുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി കേട്ടോ. അപൂർവ രോഗം. അടുത്ത ആരോഗ്യ കിരണം പദ്ധതി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. ഇത് സ്നേഹധാര എന്താ? വളർച്ചാ വൈകല്യം ഉള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര കേട്ടോ. സ്നേഹധാര എന്ന് പറയുന്നത് എന്താണ്? വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര. അടുത്തതായി നോക്കുന്നത് വനിതകൾക്കായുള്ള പദ്ധതിയാണ്. ആദ്യത്തെ നോക്കാം. അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി ശരണ്യ പദ്ധതി. അടുത്തത് സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസസ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈൻ കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി. കാതോർത്ത് പദ്ധതി കേട്ടോ. അപ്പോൾ സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് നൽകുന്ന പദ്ധതി, നിയമസഹായം എന്നിവ നൽകുന്ന പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി. കാതോർത്ത് പദ്ധതി. അടുത്തത് സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഉറപ്പാക്കി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം കേട്ടോ. സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഉറപ്പാക്കി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. എന്താണ്? സ്ത്രീകളുടെ മാനസിക ആരോഗ്യം ഉയർത്താൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. അടുത്ത പദ്ധതി കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ബഡ്സ് സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുകുളം. മുകുളം പദ്ധതിയാണ്. അതായത് കുടുംബശ്രീയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ബഡ്സ് സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുകുളം കേട്ടോ. ബഡ്സ് സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുകുളം പദ്ധതി. അടുത്ത ആസാദി കി അമൃതോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അതായത് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആസാദി കി അമൃത് ഉത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അടുത്തത് ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. അപ്പോൾ ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായിട്ട് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. പൊന്ന് അല്ലെ, പൊന്നെന്ന് പറഞ്ഞാൽ സ്വർണ്ണം അല്ലെ, വിവാഹത്തിനല്ല സ്വർണ്ണം ഉപയോഗിക്കുന്നത്. അപ്പൊ ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായിട്ട് വിവരം നൽകുന്നവർക്കുള്ള പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. അടുത്ത കുടുംബശ്രീയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് രംഗകഥകളിയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. അതുണ്ട് രംഗശ്രീ അല്ലെ. രംഗകഥകളിയിലാണ് അവർക്ക് ശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീക്കാർക്ക് അല്ലെ. കുടുംബശ്രീയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് രംഗകഥകളിയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. അടുത്ത പദ്ധതി വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദരിദ്രരിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാന കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം. അപ്പോ അതിദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം. ഉജ്ജീവനം എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുക, ആ രീതിയിൽ തന്നെ റിലേറ്റ് ചെയ്യുക. ഉജ്ജീവനം, ഉപജീവനം. ഇത് വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദരിദ്രരിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാന കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. അടുത്തത് കോളേജ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലനം നൽകുവാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ പോഷൻ പദ്ധതി. ഇത് കോളേജ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലനം നൽകുവാൻ വേണ്ടി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ പോഷൻ പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ
പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകള്, നിയമപരമായ വിവാഹബന്ധം വേർപ്പെടുത്തിയവര് എന്നിവർക്ക് പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ ട്ടോ. മംഗല്യ പദ്ധതി. അതായത് വിധവകൾക്കും അതേപോലെ തന്നെ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്കും പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ. അടുത്ത പദ്ധതി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ. അപ്പൊ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ ഗർഭിണികൾക്ക് പോഷകാഹാരം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ. അടുത്ത പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി. നിർഭയ പദ്ധതി. വനിതകൾക്കായുള്ള പദ്ധതികൾ ഒന്നുകൂടി നോക്കാം. എന്താണ് ശരണ്യ പദ്ധതി? ശരണ്യ പദ്ധതി എന്ന് പറയുന്നത് അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. കാതോർത്ത് പദ്ധതി എന്താ? കാതോർത്ത് പദ്ധതി അല്ലെ? അതായത് വനിതകളുടെ പ്രശ്നങ്ങൾ നേരിടുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് പദ്ധതി, ഓൺലൈൻ കൗൺസിലിംഗ് പദ്ധതിയാണ് കാതോർത്ത് പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സീതാലയം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഉറപ്പാക്കി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത്. അടുത്ത മുകുളം. മുകുളം എന്താണ്? കുടുംബശ്രീയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ബഡ്സ് സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുകുളം പദ്ധതി. ഈ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്താണ്? അതായത് ആസാദി കി അമൃതോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന പദ്ധതി. അടുത്ത പൊൻവാക്ക് എന്താ? പൊൻവാക്ക് അതായത് ശൈശവിവാഹം തടയുന്നതിന്റെ ഭാഗമായിട്ട് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ് പൊൻവാക്ക് എന്ന് പറയുന്നത്. അടുത്ത രംഗശ്രീ. രംഗശ്രീ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് കഥകളിയില് പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഉജ്ജീവനം എന്താണ്? ഉജ്ജീവനം എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുക അല്ലെ? അതായത് അതിദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഉപജീവന മാർഗം, വരുമാനവും തൊഴിലും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള 100 ദിന കർമ്മ പദ്ധതിയാണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. അടുത്തത് പ്രതിഭാ പോഷൻ പദ്ധതി എന്താ? പ്രതിഭാ പോഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വ പരിശീലനം നൽകാൻ വേണ്ടി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭാ പോഷൻ പദ്ധതി. മംഗല്യ പദ്ധതി എന്താണ്? മംഗല്യം എന്ന് പറഞ്ഞാൽ കല്യാണം അല്ലെ? മംഗല്യ പദ്ധതി എന്ന് പറയുന്നത് അവിവാഹിതർ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവർക്കുള്ള പുനർവിവാഹത്തിനുള്ള സർക്കാർ ധനസഹായമാണ് ചെയ്യുന്നതാണ് മംഗല്യ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ജനനി ജന്മരക്ഷാ പദ്ധതി എന്താണ്? പട്ടികജാതി പട്ടികവർഗ ഇതിലുള്ള ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ഇത് നിർഭയ പദ്ധതി എന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി എന്ന് പറയുന്നത്. തടയുന്നതിനെതിരെയുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി. അടുത്തതായി ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതി നോക്കാം. ഭിന്നശേഷിയുള്ള വിഭാഗങ്ങളിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി ട്ടോ. വിദ്യാജ്യോതിയാണ് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി. ഈ ജ്യോതി പ്രത്യേകം ഓർത്തേക്ക്. ജ്യോതി വരുന്നത് ഈ ഭിന്നശേഷിക്കാരുടെ പദ്ധതികളിലാണ് ജ്യോതി വരുന്നത് ഓർത്തേക്ക് കേട്ടോ. അപ്പൊ ഭിന്നശേഷിക്കാരെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. അടുത്ത പദ്ധതി കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയ പദ്ധതി. നിരാമയ പദ്ധതി. നിരാമയ പദ്ധതി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. അടുത്തത് ആക്രമണങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പരിരക്ഷ. പരിരക്ഷ ട്ടോ. പരിരക്ഷ. അതായത് അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക്
ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പരിരക്ഷ. അടുത്തത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. മാതൃജ്യോതി, ജ്യോതി കണ്ടോ, എന്തെങ്കിലും ജ്യോതി വന്നിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോ ജ്യോതി വന്നിട്ടുണ്ട് അല്ലെ. അത് മാതൃജ്യോതി. മാതൃജ്യോതി ആണ് മാതൃത്വം ഉണ്ട് അല്ലെ. അപ്പൊ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. മാതൃജ്യോതി. അടുത്ത ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്പീഡ്, സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് ഡിസബിലിറ്റീസ് ആണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്പീഡ് പദ്ധതി, സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് ഡിസബിലിറ്റീസ്. അപ്പൊ ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ ഒന്നുകൂടി നോക്കാം. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനായിട്ടുള്ള പദ്ധതിയാണ് വിദ്യാജ്യോതി. വിദ്യാജ്യോതി. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? നിരാമയ പദ്ധതി. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പരിരക്ഷ. പരിരക്ഷ. അടുത്തത് മാതൃജ്യോതി എന്താണ്? ഭിന്നശേഷിക്കാർക്ക് ആരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. അടുത്തതായി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സ്പീഡ് പദ്ധതി. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റേറ്റ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് ഡിസബിലിറ്റീസ്. അടുത്തതായി പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികൾ നോക്കാം. വീടുകൾക്ക് മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. അതായത് വീടുകൾക്ക് മുകളിൽ സോളാർ പാനൽ വെക്കാൻ സബ്സിഡി നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജനയാണ് വീടുകൾക്ക് മുകളിൽ സോളാർ പാനൽ വെക്കാൻ സബ്സിഡി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. അടുത്തത് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്വയം പദ്ധതി ട്ടോ. അപ്പൊ പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്വയം. അപ്പോ ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്വയം. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് മുദ്ര പദ്ധതി. മുദ്ര പദ്ധതി ട്ടോ. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് മുദ്ര പദ്ധതി. മുദ്ര പദ്ധതിയുടെ ലോൺ എന്ന് പറയുന്നത് 20 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. 20 ലക്ഷം. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് മുദ്ര പദ്ധതി. മുദ്ര പദ്ധതി. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. ABRY ട്ടോ. ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. അടുത്ത പദ്ധതി രാജ്യത്തെ ജല സംഭരണത്തിനും അതിന്റെ പരിപാലനത്തിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PMKSY, പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ് യോജന. അതായത് രാജ്യത്തെ ജല സംരക്ഷണത്തിനും അതിന്റെ പരിപാലനത്തിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. അതായത് ജല സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PMKSY, പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ് യോജന. പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ് യോജന. അടുത്ത പദ്ധതി ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? പീലിക്കോടാണ് ട്ടോ. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോട്.
കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ്ജ വൈദ്യുതിയിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് PM കുസും പദ്ധതി. PM കുസും പദ്ധതി. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ്ജ വൈദ്യുതിയിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് PM കുസും പദ്ധതി. അടുത്തത് പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിനും പരിഷ്കരണത്തിനും ആയിട്ടുള്ള കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് PDS. അതായത് പൊതുവിതരണ സംവിധാനത്തിൽ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണവും പരിഷ്കരണവും മായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സ്മാർട്ട് PDS. അപ്പൊ പൊതുവിതരണ സംവിധാനത്തിൽ ആധുനികവൽക്കരണം നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് PDS. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഒന്നുകൂടി നോക്കാം. വീടുകൾക്ക് മുകളിൽ സോളാർ പാനൽ വെക്കുന്നതിന് വേണ്ടി സബ്സിഡി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വയം. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നുള്ള പദ്ധതിയാണ് മുദ്ര പദ്ധതി. അടുത്ത പദ്ധതി COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. രാജ്യത്തെ ജലസംരക്ഷണത്തിനും അതിന്റെ പരിപാലനത്തിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PMKSY, പ്രധാനമന്ത്രി കൃഷി സിഞ്ചി യോജന. പ്രധാനമന്ത്രി കൃഷി സിഞ്ചി യോജന. അടുത്തത് ഊർജ്ജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്താണ് പീലിക്കോട്. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ്ജ വൈദ്യുതിയിലേക്ക് മാറ്റുന്ന പദ്ധതിയാണ് PM കുസും പദ്ധതി. പൊതുവിതരണ സംവിധാനത്തിലെ ആധുനികവൽക്കരണം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് PDS. അടുത്തതായി നമുക്ക് പ്രധാനപ്പെട്ട മറ്റു പദ്ധതികൾ നോക്കാം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചെങ്ങാതി. ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ വാഹനങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന ആശങ്കയാണ്. ബഹിരാകാശ അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള ISROയുടെ പദ്ധതിയാണ് പ്രൊജക്ട് നേത്ര. ബഹിരാകാശ അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള ISROയുടെ പദ്ധതിയാണ് പ്രൊജക്ട് നേത്ര. ഇന്ത്യയിലെ പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസ നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് സാഥി പദ്ധതി ട്ടോ. ഇന്ത്യയിലെ പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് സാഥി പദ്ധതി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കുവാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകുവാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകുവാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. അടുത്തത് മൺസൂൺ കോക്സ് ബയോ ഫ്ലീറ്റ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരെ? കേരള വന ഗവേഷണ കേന്ദ്രമാണ് ട്ടോ. മൺസൂൺ ക്രോക്സ് ബയോ ഫ്ലീറ്റ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേരള വന ഗവേഷണ കേന്ദ്രം. അടുത്തത് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. അപ്പോൾ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. അടുത്ത പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം? പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവൃത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. അപ്പോൾ ഇത്രയും പ്രവൃത്തികളാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തികൾ എന്ന് പറയുന്നത്. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ, റോഡുകൾ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധം തയ്യാറെടുപ്പുകൾ. ഇത്രയുമാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും
പ്രയോജനം നേടാൻ യോഗ്യരായവർ ആര്? ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏഹ്, ഉൾപ്പെടാൻ പറ്റുകയുള്ളൂ. അതായത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ ആരൊക്കെയാണ്? ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരായിരിക്കും. അത് ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ യോഗ്യരായവർ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ വേതനം എത്രയാ? 346 രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ വേതനം. അതായത് 13 രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് മുന്നത്തേക്കാളും 13 രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ 346 രൂപയാണ് നിലവിലെ കേരളത്തിലെ വേതനം എന്ന് പറയുന്നത്. ഉയർന്ന വേതനമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. 374 രൂപയാണ്. ഉയർന്ന വേതനം ഹരിയാന 374 രൂപ. കുറഞ്ഞ വേതനമുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. 234 രൂപയാണ്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നിവർക്ക് 234 രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനം. അടുത്ത അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്രയാണ്? 333 രൂപയാണ് കേട്ടോ. 22 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം 22 രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എന്ന് പറയുന്നത് 333 രൂപ, 22 രൂപയുടെ വർധനവ്. അടുത്ത് കേരള സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണ്? ആർദ്രം മിഷൻ, അതേപോലെ തന്നെ വിദ്യാകിരണം, ലൈഫ് മിഷൻ, ഹരിത കേരളം, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്. ഇത്രയും പദ്ധതികളാണ് കേരള സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികൾ. കേരള സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട പദ്ധതികളാണ് ആർദ്രം മിഷൻ, വിദ്യാകിരണം, ലൈഫ് മിഷൻ, ഹരിത കേരളം, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്. അപ്പൊ ആർദ്രം മിഷൻ എന്താണെന്ന് നോക്കാം. പൗരന്മാരുടെ അടിസ്ഥാന ആരോഗ്യ ഡേറ്റാബേസ് ശേഖരിക്കുന്നതിനും ഡാറ്റ അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ ജീവിതശൈലി രോഗങ്ങൾ പ്രാഥമിക ഘട്ടങ്ങളിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ. അതായത് ജീവിതശൈലി രോഗങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിട്ട് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ. അതായത് ജീവിതശൈലി രോഗങ്ങള് തുടക്കഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിട്ട് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ. അടുത്ത വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന പദ്ധതി. എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി. അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതി. ലൈഫ് മിഷൻ പദ്ധതി എന്താണ്? അർഹരായവരുടെ ഭവനം ആവശ്യം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി. അതായത് അർഹരായവരുടെ ഭവന ആവശ്യം പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. അടുത്ത ഹരിത കേരളം എന്ന് പറയുന്നത് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി. സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹരിത കേരളം. അടുത്ത റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തിൽ തകർന്ന കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്. അതായത് വെള്ളപ്പൊക്കത്തിൽ തകർന്ന കേരളത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്. ഇത്രയുമാണ് ഏത് ഉൾപ്പെട്ടിട്ടുള്ളത്? നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട പദ്ധതികളാണ് ഇതൊക്കെ കേട്ടോ. അടുത്ത മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഡിസ്ട്രോഫിൻ ആണ് മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനാണ് ഡിസ്ട്രോഫിൻ. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചരണത്തിന് വേണ്ടി കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. അതായത് കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. അടുത്ത റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് അധിഷ്ഠിത ക്യാമറ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള. അപ്പൊ ക്യാമറ സ്ഥാപിച്ച പദ്ധതിന്റെ പേരാണ് സേഫ് കേരള. അതായത് റോഡ് നിയമങ്ങൾ ലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള അധിഷ്ഠിത ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള പദ്ധതിയാണ് സേഫ് കേരള. അടുത്ത പദ്ധതി കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമന്വയ പദ്ധതി കേട്ടോ.
കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമന്വയ. അടുത്തത് ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട് ട്ടോ. അപ്പം ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട് ട്ടോ. കൂട്ട്. അടുത്തത് കേരളത്തിലെ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷി ഇറക്കുന്നതിനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് നവോത്ഥാൻ പദ്ധതി ട്ടോ. അപ്പോൾ കേരളത്തിലെ സർക്കാർ വകുപ്പുകളുടെയും പൊതു സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷി ഇറക്കുന്നതിനുള്ള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് നവോത്ഥാൻ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പദ്ധതികൾ ഒന്നുകൂടി നോക്കാം. മറ്റു പദ്ധതികൾ ഒന്നുകൂടി നോക്കാം. എന്താണ് ചെങ്ങാതി? ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മലയാള ഭാഷയിൽ സാക്ഷരത ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ചെങ്ങാതി. പ്രൊജക്ട് നേത്ര എന്താണ്? പ്രൊജക്ട് നേത്ര അതായത് ബഹിരാകാശ അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള ISROയുടെ പദ്ധതിയാണ് പ്രൊജക്ട് നേത്ര. സാത്തി പദ്ധതി എന്താണ്? ഇന്ത്യയിലെ പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് സാത്തി പദ്ധതി. അടുത്തത് ജീവാനന്ദം പദ്ധതി എന്താ? സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചിട്ട് പെൻഷനാകുമ്പോൾ ഒരു നിശ്ചിത തുക കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? ജീവാനന്ദം പദ്ധതി. അടുത്തത് കേരള വന ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മൺസൂൺ കോക്സ് ബയോഫ്ലീറ്റ് 2024 പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? കേരള വന ഗവേഷണ കേന്ദ്രമാണ് ട്ടോ. മൺസൂൺ കോക്സ് ബയോഫ്ലീറ്റ് 2024. നവജീവൻ പദ്ധതി എന്താണ്? നവജീവൻ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി ട്ടോ. അടുത്തത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതൊക്കെയാണ്? പ്രാഥമിക പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതു പ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തികൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. അടുത്തത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ ആരാണ്? ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗമാണ് ട്ടോ. അടുത്ത മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ വേതനം 346 രൂപ, 13 രൂപയുടെ വർധനവ്. ഉയർന്ന വേതനമുള്ള സംസ്ഥാനം ഹരിയാന 374 രൂപ, കുറഞ്ഞ വേതനമുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് 234 രൂപ. അടുത്ത അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനമാണ് 333 രൂപ, 22 രൂപയുടെ വർധനവ്. കേരള സർക്കാർ നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണ്? ആർദ്രം മിഷൻ, വിദ്യാകിരണം, ലൈഫ് മിഷൻ, ഹരിത കേരളം, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്. എന്താണ് ആർദ്രം മിഷൻ? ആർദ്രം മിഷൻ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തിയിട്ട് പ്രാഥമിക തലത്തിൽ തന്നെ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ. വിദ്യാകിരണം പദ്ധതിയാണ് എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വീട് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തിൽ തകർന്ന കേരളത്തെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പദ്ധതി. അടുത്ത മനുഷ്യ ജീനോം പദ്ധതിയുടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിൻ ആണ് കേട്ടോ. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. അടുത്തത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയുന്നതിനു വേണ്ടി സംസ്ഥാന മോട്ടോർ വകുപ്പ് AI അധിഷ്ഠിത ക്യാമറ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമന്വയ. എന്താണ് കൂട്ട്? കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയും നടപ്പിലാക്കുന്ന പദ്ധതി? ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതാണ് കൂട്ട്. കുട്ടികളുടെ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കൂട്ട്. അടുത്ത നവോത്ഥാൻ പദ്ധതി എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലത്തോ തരിശുഭൂമിയിൽ കൃഷി ഇറക്കുന്നതിനുള്ള പദ്ധതി, കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് നവോത്ഥാൻ പദ്ധതി. ഇത്രയുമാണ് പദ്ധതികൾ വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ പദ്ധതികളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്